എത്ര പട്ടിണി പാവങ്ങളാണ് പിണറായി വിജയ നമ്മുടെ നാട്ടിലുള്ളത്. AC കാറി അണ്ടിപ്പരിപ്പ് നിന്ന് നടക്കുന്ന നിങ്ങൾക്കൊന്നും പട്ടിണിയുടെ വില എന്താണെന്ന് അറിയില്ല. പട്ടിണി കിടക്കുന്നതും വീടില്ലാത്തതുമായ ഒരുപാട് ആൾക്കാര് നമ്മുടെ നാട്ടിലുണ്ട്. ഇതാണോ പിണറായി വിജയ നിങ്ങൾ പറഞ്ഞ ദാരിദ്ര്യമില്ലാത്ത കേരളം? നമ്മളെ പോലുള്ളവർ ജീവന് വേണ്ടി ജീവിതത്തോട് മല്ലടിക്കുമ്പോഴാണ് പിണറായി വിജയന്റെ 1,10,00,000 രൂപയുടെ. ഹലോ ഗായ്സ്, നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ സ്വന്തം മുഖ്യമന്ത്രിക്ക് വീണ്ടും കാറ് വാങ്ങാനായിട്ട് 1,10,00,000 രൂപ അനുവദിച്ചിരിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞോ? എന്തായാലും നമുക്കതിന്റെ ന്യൂസ് ഒന്ന് കാണാം. മുഖ്യമന്ത്രിക്ക് പുതിയ കാർ, നിലവിലെ 2 കാറുകൾക്ക് പകരം പുതിയത് വാങ്ങാൻ 1,10,00,000 രൂപ അനുവദിച്ചു. ധനവകുപ്പ് ഇത് പ്രമാണിച്ച് ഉത്തരവിറക്കി. അധിക ഫണ്ട് ആയിട്ടാണ് തുക അനുവദിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനവും വാഹന വ്യൂഹവും കടന്നു പോകുമ്പോൾ നമുക്ക് കാണാം. അതിൽ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന കിയ കാർണിവൽ, അതുപോലെ തന്നെ ഇന്നോവകളും ഒക്കെ കാണാവുന്നതാണ്. ഇപ്പോൾ 2 വാഹനത്തിന് പകരമാണ് ഒരു പുതിയ വാഹനം വാങ്ങാനായിട്ടുള്ള ഒരു ഉത്തരവ്, അതുപോലെ തന്നെ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. ധനവകുപ്പാണ് ഇപ്പോൾ അധിക ഫണ്ടായിട്ട് തുക അനുവദിച്ചിരിക്കുന്നത്. 1,10,00,000 രൂപയാണ് വാഹനം വാങ്ങാനായി അനുവദിച്ചിരിക്കുന്നത്. 2 വാഹനത്തിന് പകരം പുതിയൊരു വാഹനം വാങ്ങുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. 2022 ജൂലൈ ജൂൺ മാസത്തിലാണ് മുഖ്യമന്ത്രി മറ്റ് വാഹനങ്ങൾ, അതായത് ഇപ്പോൾ സഞ്ചരിക്കുന്ന കിയ കാർണിവൽ, അത് 33 ലക്ഷത്തിലധികം രൂപ വില വരുന്നതാണ്. അതുപോലെ തന്നെ 3 ഇന്നോവ കാറുകളും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ പുതിയൊരു വാഹനം വാങ്ങാനുള്ള തീരുമാനം. ഇപ്പോൾ ഉപയോഗിക്കുന്ന 2 വാഹനങ്ങൾക്ക് പകരം ഒരു പുതിയ വാഹനം വാങ്ങുന്നു എന്നുള്ളതാണ്. 1,10,00,000 രൂപയാണ് അതിന് ചിലവ്. ധനവകുപ്പിൽ നിന്ന് അധിക ഫണ്ടായിട്ടാണ് തുക അനുവദിക്കുന്നത്. അതിൽ ഇനി എപ്പോൾ പുതിയ വാഹനം വാങ്ങും, എപ്പോഴാണ് ഇതിന്റെ ഒരു ഔദ്യോഗിക തീരുമാനം എന്നുള്ളതിൽ വ്യക്തതയില്ല. ഇപ്പോൾ ഒരു ഫണ്ട് അനുവദിച്ചാണ് അല്പസമയത്തിനകം ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്താലേ, മുഖ്യമന്ത്രിക്കൊക്കെ പിന്നെ എന്തു ആകാലോ. 1,10,00,000 രൂപ. ഓൾറെഡി 2 കാർ ഉണ്ട്. അതിലൊരു കാറിന് 33 ലക്ഷം രൂപ കൊടുത്ത് 2022 വാങ്ങിയതാണ്. അതുകൂടാതെ വേറെ ഒരെണ്ണവും കൂടി ഉണ്ട്. ഓൾറെഡി 2 കാറുണ്ട്. എന്നിട്ടിപ്പോ പകരം പുതിയ ഒരെണ്ണം വാങ്ങാൻ പോവുകയാണെന്ന്. അതും ചില്ലറ കാശൊന്നും അല്ല. 1,10,00,000. അത്രയും പൈസ ഉണ്ടെങ്കിൽ എന്തോരം പാവപ്പെട്ടവർക്ക് നൽകുക അല്ലെ, ഏതെങ്കിലുമൊക്കെ രീതിയിൽ. നമുക്കറിയാം, ഈ ഗവൺമെന്റിന്റെ വക വീട് 4 ലക്ഷം രൂപയാണ് വീടിന് നൽകുന്ന ലൈഫ് പദ്ധതിയിലൂടെ. അങ്ങനെ വീട് കിട്ടിയിട്ടുള്ളവരാണ് നമ്മളും. 4 ലക്ഷം രൂപ കിട്ടി എങ്കിൽ ആ 4 ലക്ഷത്തിന് പകരം കുറച്ചുകൂടെ പൈസ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വീട് പാവങ്ങൾക്ക് വെക്കാം. ഇതിപ്പോൾ ഈ 4 ലക്ഷം രൂപയുടെ വീടെന്ന് പറയുമ്പോൾ ലൈഫ് പദ്ധതിയിൽ അതിൽ ഇത്ര സ്ക്വയർ ഫീറ്റ്, 400 സ്ക്വയർ ഫീറ്റിൽ കൂടാൻ പാടില്ല. അങ്ങനെയാണ് നമ്മളുമൊക്കെ വീട് വെച്ചത്. അപ്പം അങ്ങനെ കിട്ടുന്ന വീട് റൂമൊക്കെ ചെറുതായിരിക്കും. മുഖ്യമന്ത്രിക്ക് കാറ് വാങ്ങാനും മറ്റേത് വാങ്ങാനും മറിച്ചത് വാങ്ങാനും ഒക്കെ കോടിക്കണക്കിന് രൂപ. പാവങ്ങൾക്കൊരു വീട് വെക്കാൻ വെറും 4 ലക്ഷം രൂപ. എന്നാണ് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നത്? എന്തായാലും ഈ ഒരു വാർത്ത വന്നതോടുകൂടി നല്ല ട്രോളുകൾ വരുന്നുണ്ട് മുഖ്യമന്ത്രിക്കെതിരായിട്ട്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി മുഖ്യമന്ത്രിക്കായി പുതിയ കാർ വാങ്ങാൻ 1,10,00,000 രൂപ അനുവദിച്ച് ധനവകുപ്പ്. തോന്നല്ലേ 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണമെന്ന ട്രഷറി നിയന്ത്രണം നിലനിൽക്കെയാണ് പുതിയ വാഹനം വാങ്ങാനുള്ള ഇളവ്. അധിക ഫണ്ടായാണ് തുക അനുവദിച്ചത്. മുതലാളിയുടെ തലയിൽ ഇടുത്തി വിടില്ലേ എന്ന് പ്രാർത്ഥിച്ചതാ. നിലവിൽ മുഖ്യമന്ത്രി ഉപയോഗിക്കുന്ന 2 വാഹനങ്ങൾക്ക് പകരമായാണ് പുതിയ വാഹനം വാങ്ങാനുള്ള അനുമതി. ഇയാള് നമ്മുടെ ഈ തെണ്ടി വിജയൻ കേറുമ്പോ ഇതുപോലെ തന്നെ പറയണം കേട്ടോ നിങ്ങൾ ചാനലിൽ, അല്ലാതെ കട്ട് ചെയ്യരുത്. ഈ തെണ്ടി വിജയം കയറുമ്പോ 10 വർഷം മുമ്പ് ഞങ്ങൾക്ക് ഈ 10 രൂപ ടിക്കറ്റിന് 50 രൂപ ടിക്കറ്റിന് 10 രൂപ കമ്മീഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ്. മനസ്സിലായി? 10 വർഷത്തിന് ശേഷം ഇപ്പൊ കിട്ടുന്ന 6 രൂപയാണ്. മനസ്സിലായി? 10 വർഷം മുമ്പ് 6 രൂപ കൊടുത്ത് ഒരു ചായ കിട്ടുമായിരുന്നു. ഇപ്പൊ ഒരു ചായ കിട്ടണമെങ്കിൽ മിനിമം 12 രൂപ കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ കമ്മീഷൻ 4 രൂപ വെട്ടിക്കുറച്ചിരിക്കുക. അതുപോലെ ഈ പ്രൈസ് അടിച്ചാക്കിയിട്ട് ഞങ്ങളുടെ DC പ്രൈസ് അടിച്ചാൽ ഞങ്ങൾക്ക് ചെറിയ കമ്മീഷൻ ഉണ്ട്. അത് 12% അതായത് 5,000 രൂപ അടിച്ചാൽ 600 കിട്ടുമായിരുന്നു. ഇപ്പൊ കിട്ടുന്ന എത്രയാണെന്നറിയാം? 450. എന്നിട്ടും ഈ തെണ്ടിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഇങ്ങനെ പറയണം നിങ്ങൾ. ഈ തെണ്ടിയുടെ 10 വർഷത്തെ ഭരണം കൊണ്ട് ഞങ്ങളെയും ജനങ്ങളെയും കൊള്ളയടിക്കാണ്, ഒരുപോലെ കൊള്ളയടിക്കാണ്. അപ്പൊ തീവട്ടിപ്പിലാണ് ഇവർ കാണിക്കുക. അതുപോലെ തന്നെ ഇയാൾ 2ാമത് കയറുമ്പോ മെമ്പറിന് ഞങ്ങൾക്ക് DC 12% ആക്കിയിരുന്നത്. 2 പ്രാവശ്യം കഴിഞ്ഞപ്പോ അത് 10% ആക്കി. അതായത് ഭരണം കിട്ടിയല്ലോ, പിന്നെ കൊള്ളയടിക്കാമല്ലോ. എന്നിട്ട് ഇതെല്ലാം അമേരിക്കയെ കൊണ്ട് നിക്ഷേപിക്കണ്ടേ? 6 മാസം കൂടുമ്പോ ക്യാൻസറിന് ചികിത്സിക്കാണെന്നും പറഞ്ഞോട് പോണല്ലോ. അപ്പം അത് 10% ആക്കി ഞങ്ങളുടെ വെട്ടിക്കുറച്ചു. ഇങ്ങനെ തീവട്ടിക്കൊള്ളയാണ് ഇവർ കാണിക്കുന്നത്. കണ്ടല്ലോ, ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. എങ്ങനെ പ്രതികരിക്കാതിരിക്കും എന്ന് പറ. ഓരോ ദിവസങ്ങളും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അതുപോലെയാണല്ലോ.
ഒരു സൈഡിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡനവും പുള്ളി ഒളിച്ചു നടക്കുന്നു, ആ ഒരു വാർത്ത ഇങ്ങനെ കത്തി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ മുഖ്യൻ കാറ് വാങ്ങാൻ പോകുന്നു. അതും 1-2 രൂപയുടെ ഒന്നും അല്ല, 1,10,00,000 രൂപയുടെ കാറ്. അതായത് ഈ പെര കത്തുമ്പോ വാഴ വെട്ടുകയെന്ന് കേട്ടിട്ടില്ല, അതുപോലെയാണ് തോന്നുന്നത്. എന്തായാലും ജനം ഇളകിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം ഒളിച്ചു നടക്കുകയാണ്, ആരൊക്കെയോ പീഡനം നടത്തി, ഇപ്പൊ കൂടുതൽ പെൺകുട്ടികൾ രംഗത്തേക്ക് വരികയാണ്. രാഹുൽ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതൊരു സൈഡിൽ കൂടെ ഭയങ്കരമായിട്ട് കത്തി കയറിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ സൈഡിൽ കൂടെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ഒരു കാർ വിഷയവും പൊങ്ങി വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പുതിയ കാറ് വാങ്ങാൻ 1.10 കോടി രൂപ അനുവദിച്ച് ധനവകുപ്പ്. 5-6 മാസവും കൂടെ ഉള്ളൂ ഇനി ഇലക്ഷന്. ആ 5-6 മാസത്തേക്ക് കിയ കാർണിവലും ഇന്നോവ ക്രിസ്റ്റ ഒന്നും പോരായിരിക്കും. നമ്മൾ ജനങ്ങളടുത്ത് മുണ്ടുമുറുക്കി ഉടുക്കാൻ പറയുന്ന ടീമുകളാണ് ഈ ആർഭാടവും ദൂർത്തും ഒക്കെ കാണിക്കുന്നത്. അല്ല, ഇവിടെ കോടികൾക്കൊന്നും ഒരു വിലയില്ല. ആശാ വർക്കർമാർ എത്രയോ മാസങ്ങളാണ് ആ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ കിടന്ന് സമരം ചെയ്ത്. ഒരു 100 രൂപ അത്തുങ്ങൾക്കൊന്ന് കൂട്ടിക്കൊടുക്കാൻ ഇവരേല് ഫണ്ടില്ല. ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഇങ്ങനെയൊക്കെ ദൂർത്തടിച്ച് കളയാൻ ഇവർക്കൊക്കെ എങ്ങനെ തോന്നുന്നു? കണ്ടല്ലോ, നല്ല ഉശിരുള്ള സഹോദരന്മാര് പ്രതികരിച്ചു തുടങ്ങി. ഇനിയിപ്പോ അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭരണം തീരാൻ കുറച്ച് നാളുകൂടെ അല്ലേ ഉള്ളൂ ബാക്കി. അപ്പൊ ആ ഒരു ബാക്കി സമയമെങ്കിലും ഒന്നുകൂടെ സുഖിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ 1,10,00,000 കാറും കൂടെ വാങ്ങാൻ പോകുന്നത്. എന്തെങ്കിലും ആട്ടെ, ഇനി കുറച്ച് നാളും കൂടെ അല്ലേ ഉള്ളൂ, എന്തെങ്കിലും ചെയ്ത് തൊലയട്ടെ. അല്ലാണ്ട് എന്ത് പറയാനാ ഇതിനൊക്കെ നമ്മൾ മറുപടി?